അബ്ദുർ റഹീം ഇപ്പോഴും മോചിതനായില്ല. 7 മാസങ്ങൾക്ക് മുമ്പ് വധശിക്ഷ റദ്ദാക്കിയെങ്കിലും ഇതുവരേക്കും തന്നെ അബ്ദുർ റഹീം ജയിൽ മോചിതനായില്ല. ഇതിൻ്റെ കാരണമെന്താണെന്ന് പോലും അബ്ദുർ റഹീമിൻ്റെ കുടുംബത്തിന് പോലും അറിയില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ മാസം അബ്ദുർ റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട സിറ്റിംഗ് കോടതിയിൽ ഉണ്ടായപ്പോൾ അവിടെ അബ്ദുർ റഹീമിൻ്റെ മോചനം ഇന്നുണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന വേളയിൽ അബ്ദുർ റഹീമിൻ്റെ വധശിക്ഷ റദ്ദാക്കിയ ബെഞ്ച് തന്നെയാണ് അബ്ദുർ റഹീം ജയിൽ മോചിതനാവേണ്ട വിധി പറയേണ്ടത് എന്നാണ് സൗദി റിയാദ് ക്രിമിനൽ കോടതി പറഞ്ഞത്. എന്നാൽ ഇന്നലെ അബ്ദുർ റഹീമിൻ്റെ വധശിക്ഷ റദ്ദാക്കിയ ബെഞ്ച് തന്നെയാണ് കേസ് പരിഗണിച്ചത്. എന്നാൽ കേസ് പിന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു ചെയ്തത്. ഇനി 2 ആഴ്ച കഴിഞ്ഞാലേ അബ്ദുർ റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത സിറ്റിംഗ് എന്നുണ്ടാകും എന്ന് പോലും പറയാനാവുക. 18 വർഷത്തോളം നരകതുല്യമായ ജീവിതം സൗദി ജയിലിൽ അനുഭവിച്ച അബ്ദുർ റഹീമിൻ്റെ വധശിക്ഷ റദ്ദാക്കുവാനുള്ള ദിയാപണം കണ്ടെത്തിയ ജനങ്ങൾക്കും ഇത് വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കുന്നത്. കൂടാതെ വർഷങ്ങളായി തൻ്റെ മകനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ച പാത്തുമ്മ ഉമ്മ സൗദി റിയാദിലെത്തി മകനെ കണ്ടെങ്കിലും മകനുമായി തിരിച്ച് നാട്ടിലേക്ക് വരാനായിരുന്നു ഉമ്മാൻ്റെ ആഗ്രഹം. എന്നാൽ 17-ാം തീയതി ഇന്നലെ അബ്ദുർ റഹീം നാട്ടിലെത്തുമല്ലോ, ഉമ്മ പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഉമ്മാനെ നാട്ടിലേക്ക് അയച്ചു. വളരെയേറെ പ്രതീക്ഷയിൽ നാട്ടിലെത്തി ഫാത്തിമ ഉമ്മക്ക് വീണ്ടും നിരാശയുടെ വാതിലാണ് തുറന്നത്. വീട്ടിലെത്തിയ ഫാത്തിമ ഉമ്മ അബ്ദുർ റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനിയും നീളുമെന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ എൻ്റെ മകനെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് എത്തിച്ചാലും മതി എന്നാണ് ഫാത്തിമ ഉമ്മ നിറക്കണ്ണുകളോടെ പറഞ്ഞത്. ഞാനിന്ന് രാവിലെ വന്നിട്ടുള്ളല്ലോ, ഞാനും പോയി അവനെ കണ്ടത് പോലും പറഞ്ഞു പക്ഷേ വരണ്ടി ചെയ്യുന്നല്ലോ. ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് ഓനും ഒക്കെ കണക്കാക്കി വിത്തിരിക്കാനാണ്. അപ്പോൾ ഞാൻ ഇവിടെ എത്തി വിചാരിച്ചിട്ട് അപ്പോൾ അവൻ്റെ മുന്നിലോടൊക്കെ എത്താം. അപ്പോൾ അവൻ്റെ കൂടെ വരാൻ ആരും കഴിയൂലല്ലോ. ഓനെത്തുമ്പോൾ എനിക്ക് എത്താൻ വെച്ചിട്ട് വന്ന് കയറിയത്. അപ്പം കേട്ടപ്പോൾ വന്നപ്പോൾ ഇങ്ങനെയാണ് കേൾക്കുന്നത്. അപ്പോൾ ആരോടെ ഞാനൊക്കെ പറയും. കണ്ടോ? ഓ കണ്ട്. എത്ര നേരം സംസാരിച്ചു? കുറേ നേരം സംസാരിച്ചു. അരമണിക്കൂറൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഓനുണ്ടേനി, ഓനും ഞാനും ഞാങ്ങളി നമ്മൾ പോയി കണ്ട് വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ വരണ്ടി ജയിലിൻ്റെ വെച്ച് വയ്യാത്തോട്ട് എന്തിനേയും വന്നു നോക്കി ഇതൊക്കെ ആക്കണ്ടായിട്ടല്ല മക്കളെ. ഇതിങ്ങനെ വരെ നീട്ടി കൊണ്ടുപോകല്ലേ. ഒരു കുട്ടിയുടെ നോട്ടം കണ്ടിട്ടെങ്കിൽ പോയത്തെ ചോദിച്ചിട്ട് കഷ്ടപ്പെട്ട് പോയി. അതുകൊണ്ട് കണ്ടല്ലോ ആൾക്കാരുണ്ടോ? ഗൾഫിൽ സഹായിക്കാനൊക്കെ ആൾക്കാരുണ്ടോ? ആളൊക്കെ സഹായിക്കാനുള്ളവരുണ്ടാകൽ തന്നെയല്ല. അപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടൂല. കൂടിയൊക്കെ പാട് നിന്നായി കണ്ടിട്ട് ഇന്നലെ രാത്രി പോകുന്നു. രാവിലെ അവിടെ എത്തി. അപ്പോൾ എത്തിയപ്പോൾ തന്നെ ഓൻ്റെ വിവരം കേൾക്കാൻ കാത്തിക്കാണ്. കയറും പെത്തും എന്നുള്ള അതിൽ കേട്ടത് ഇപ്പം ഇങ്ങനെ 2 ആഴ്ച നീളുന്നതാണ്. അതെന്താണേക്കും അങ്ങനെ നീളാനുള്ള കാരണം കുട്ടി ഒന്നും എത്തിക്കില്ല. അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടെങ്കിൽ കുട്ടിൻ്റെ എത്തിക്കും. അതിനുള്ള പരിഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ ചെറിയങ്ങൾ അതുകൊണ്ടിട്ടാണ് ഒരു ചോദിച്ച കോടിക്കണക്കിന് ഉറുപ്പ് ഉണ്ടായി കിട്ടി. അപ്പോൾ അവർക്ക് സഹായിച്ചു കൊടുത്തിട്ട് അവർക്ക് എൻ്റെ കുട്ടീനെ വിട്ടു എന്നോട് എന്താക്കി. കുട്ടി അവൻ്റെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? മകൻ്റെ ആരോഗ്യം തിരക്കൊന്നുമില്ല, ശരീരമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. വായിച്ചൊക്കെ. പിന്നെ ഉല്ലാസുകളൊന്നും ഇപ്പോൾ ഞാൻ ചോദിച്ചിട്ടും പറഞ്ഞിട്ടില്ല. സന്തോഷം പറിച്ചിരുന്നില്ല. സന്തോഷം കണ്ട് കരച്ചിലും കൂടി കൂട്ടിയാക്കി വന്നിട്ട് പിന്നെ ഒരു 1 2 നിങ്ങൾ നോക്കിക്കോളി. അടുത്ത ആഴ്ച ഒരു പേരല്ലേ. പിന്നെ എൻ്റെ ഇവിടെ എത്തില്ല. പിന്നെ നമുക്ക് സൗകര്യത്തിലൂടെ ജീവിക്കാൻ വർത്താനം പറയാനൊക്കെ വിചാരിച്ചു. ഇന്നത്തെ കേട്ട വാർത്ത ഇപ്പം അങ്ങനെ അല്ലേ. അതിനിപ്പോൾ എന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ ഉണ്ടാക്കി 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഏകദേശം അന്നേരം മരുന്നേമാതിരി തന്നെ അല്ലേ. ഇപ്പോൾ എത്ര 7 മാസമായില്ലേ. ഒരാഴ്ച മാസവും എന്തായാലും വരും എന്നാൽ ഇങ്ങനെ നിന്നിട്ട് ഈ കഴിഞ്ഞ 17-ാം തീയതി 23-ാം തീയതി എന്തായാലും വരപ്പോൾ ഞാൻ വരും. നിങ്ങൾ കൊണ്ടുപോയി ഞാൻ ആരെങ്കിലും എപ്പോഴെങ്കിലും പോയിട്ട് പിന്നെ മുന്നോട്ട് കാണുകയും ചെയ്യണം. ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കുകയാണ്, അവിടെ നിങ്ങൾ നിൽക്കേണ്ടതാണ്. 17-ാം തീയതി അവിടെ എത്തുള്ള വരെയും പഠിക്കും. അങ്ങനെ ആയിരുന്നു പോകാൻ.